നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തപ്പോൾ ഉള്ളതിൽ ബെറ്റർ ഒപ്പീനിയൻ കിട്ടിയത് ന്യൂക്ലിയസിനെ കുറിച്ചാണ്. വേറെ ഇപ്പോൾ എൻ്റെ ഒപ്പമുള്ള വേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ ക്ലാസ് കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ ട്യൂഷന് പോവും. അതിനുശേഷം വന്ന അടുത്ത ദിവസം സ്കൂളിലേക്കുള്ള പണിയും ചെയ്യണം, ട്യൂഷനിലേക്കുള്ള വർക്ക് ചെയ്യണം, പ്ലസ് സൺഡേ എൻട്രൻസ് കോച്ചിങ്ങിന് വേറെയും പോകുന്നുണ്ടാവും. അപ്പം ഇതൊന്നും ഇല്ല, ഇത്രയ്ക്കൊന്നും സമയം ഞങ്ങൾക്ക് വേസ്റ്റ് ആവണില്ല. ഒക്കെ കൂടി ഒരു ഭാഗത്ത് പോയാൽ കാര്യം കഴിഞ്ഞു. സൺഡേ ടോട്ടലി ഫ്രീ ആണ്, വേറെ എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും പോകണ്ട, ട്യൂഷനും പോകണ്ട, ഉള്ള സമയം വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ടൈം സേവിങ് ആണ് ഞങ്ങൾക്ക്. കുട്ടികളുടെ ഒപ്പീനിയൻ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് തീരെ ഇവിടെ പ്രഷർ ഇല്ല, അതെനിക്ക് ഫീൽ ചെയ്തിട്ടുമുണ്ട്. ഞാൻ ടോട്ടലി റിലാക്സ്ഡ് ആണെന്നുള്ളത് എൻ്റെ സംസാരത്തിൽ നിന്നേ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവരെത്രത്തോളം പ്രഷറൈസ്ഡ് ആണ് ബാക്കി സ്കൂളുകളിൽ എന്നുള്ളതും എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ടോട്ടലി ഹാപ്പിയാണ്. ഇവിടുത്തെ ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ടോട്ടലി റിലാക്സ്ഡ് ആണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് നല്ല ഫ്രണ്ട്ലി ആണ്. ഡൗട്ട്സ് ഒക്കെ എത്ര വേണമെങ്കിലും ചോദിക്കുക, ആരും ചീത്തയൊന്നും പറയില്ല. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓപ്പൺ ആയി ചോദിച്ചാൽ അത് അപ്പം ക്ലിയർ ചെയ്ത് തരുകയും ചെയ്യും. നമുക്ക് ഇവിടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഒരു ദിവസം 5-6 സബ്ജക്ട്സ് ഒന്നും ഉണ്ടാവില്ല. 2 സബ്ജക്ട്സ്, കൂടിപ്പോയാൽ 3 സബ്ജക്ട്സ്. അപ്പോൾ അത് നമുക്ക് അന്നന്ന് എടുക്കുന്നത് വീട്ടിൽ പോയി അന്നന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അന്നന്ന് എടുത്തത് അപ്ഡേറ്റ് ആയിട്ട് അപ്പം തന്നെ പഠിച്ചു തീർക്കാൻ പറ്റും. പക്ഷെ വേറെ സ്കൂളുകൾ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ദിവസം 5-6 സബ്ജക്ട്സ് ഉറപ്പായിട്ടും ഉണ്ടാവും. 40 മിനിറ്റ് ആണെങ്കിൽ പോലും എല്ലാ സബ്ജക്ട്സും അവർ ഒരു ദിവസം എന്തായാലും ഉൾപ്പെടുത്താൻ നോക്കും. അപ്പോൾ കുട്ടികൾക്ക് വീട്ടിൽ പോയാൽ ഓൾറെഡി ട്യൂഷൻ ഉണ്ട്, ട്യൂഷന് പോയി വന്നിട്ട് അന്നന്ന് എടുത്ത ഇത്രയും സബ്ജക്ട്സ് എല്ലാം കൂടി പഠിക്കുക പറഞ്ഞാൽ അത് എന്തായാലും നടക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ട്യൂഷനും പോണില്ല. അപ്പോൾ അന്ന് എടുക്കുന്ന വെറും 2 സബ്ജക്ട്സ് മാത്രമായിരിക്കും. അത് കുറച്ച് കൂടുതൽ നേരം ഉണ്ടാവുന്ന മാത്രം. പക്ഷെ ആ 2 സബ്ജക്ട്സ് മാത്രം അന്ന് എടുക്കുന്നത് അന്ന് പോയി പഠിച്ചാൽ മതി. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. സമയം സേവ് ചെയ്യാൻ പറ്റും, പഠിപ്പിക്കുന്നത് അപ്പം തന്നെ തറവാക്കി മുന്നോട്ട് പോകാനും പറ്റും. Redefining the style of learning science. Nucleus, the center of science.